മോള് ചെയ്ത തോന്നിയാസത്തെ പറ്റി നമ്മൾ പറയാതെ തന്നെ അങ്കിളിന് ബോധ്യമുണ്ടല്ലോ അമ്മച്ചി. അതുകൊണ്ടാ ഞാനങ്ങ് നല്ല കുട്ടി കളിച്ചത്. പിന്നെ ആളൊരു പാവ. ഓ, എന്നാ പാവാന്നാ? പഠിച്ച കളനാന്നാ എനിക്ക് തോന്നുന്നേ. അതല്ലയോ മോക്ക് ജാമ്യം എടുക്ക അപ്പനും കൂടെ വന്നത്. ദേ, എനിക്കിതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ നല്ലതുപോലെ വിളിച്ച് പറയും നിന്നെ കെട്ടിയോളെ. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അല്ല പിന്നെ എടി കൊച്ചേ, നിന്റെ അപ്പം കൂടെ ഉള്ളത് കൊണ്ട് അന്നേരം ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നതാ നിന്റെ ഉദ്ദേശം? അച്ഛൻ കൂടെ ഉള്ളതൊന്നും അമ്മച്ചി കണക്കാക്കണ്ട. പറയാനുള്ളതെല്ലാം അങ്ങ് പറയാൻ എന്താ? ഓ, അതിനിപ്പം നിന്റെ കൂട്ട് പരിഷ്കാരം ചെയ്ത് നടക്കൊന്നുമല്ല ഞങ്ങള്. അന്യ വീട്ടിൽ നിന്ന് വരുന്ന ആണുങ്ങളെ ബഹുമാനിക്കുന്ന സംസ്കാരമാ ഞങ്ങളുടേത്. പിന്നെ അളമുട്ടിയ ചേരയും കടിക്കുന്നു പറഞ്ഞ പോലെ തീരെ നിവർത്തിയില്ലെങ്കിൽ അപ്പനും അമ്മയും ഉണ്ടെന്നൊന്നും ഞാൻ നോക്കുകയല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. ദേ, നിനക്ക് ഞാൻ ഒരവസരം കൂടെ തരുവാ. എന്തിനാ അമ്മച്ചി? നന്നാവാൻ. അല്ലാതെ എന്നാത്തിനാ? ഇന്നലെ ജോക്കൂട്ടൻ ഡേസിയം കൊണ്ട് പോയ തക്കത്തിന് ഇറങ്ങിപ്പോയതല്ലേ നീ ഇവിടുന്ന്? അതെ. എങ്ങോട്ടാ? എന്നാത്തിനാ? ആരെ കാണാനാ? ഇതൊക്കെ നിന്റെ പിന്നാലെ നടന്ന 1000 വട്ടം ചോദിച്ചതല്ലേ ഞാന്? എന്നിട്ട് നീ എൻ്റെ അടുത്ത് എന്നതാ പറഞ്ഞത്? കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാനുണ്ടെന്ന്. അതെ. നീ ഇങ്ങനെ കഥയെന്ന് പറഞ്ഞാലേ സാധനങ്ങൾ വാങ്ങാൻ പോയവൾ എങ്ങനെയാടി സ്വന്തം വീട്ടിൽ പോയി അടയിരിക്കുന്നേ? അതിന് അമ്മച്ചിക്ക് എന്താ? ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ പോയത്. ഇവിടുന്ന് സ്വന്തം വീട്ടിൽ പോവാൻ എനിക്ക് അവകാശമില്ലേ? സ്വന്തം വീട്ടിൽ പോകുന്നതിനൊക്കെ ഓരോ രീതികളും മര്യാദകളും ഉണ്ട്. നീ നിന്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാലേ എന്നതായിരുന്നു കുഴപ്പം? നാക്കേല് കുരുവായിരുന്നോ? നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ദേ, കുടുംബജീവിതം ആവുമ്പോ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ എന്നും അടയും ചക്കരയും പോലെ ആയിരിക്കുമൊന്നുമില്ല. പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതിങ്ങനെ ബലൂൺ പോലെ ഊതി പെരുപ്പിക്കാനല്ല പെങ്കൊച്ചുങ്ങൾ നോക്കേണ്ടത്. അമ്മച്ചി ഇത്രയ്ക്ക് ക്ഷോഭിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു പറയുന്നേ? ശരിയാ, ഇന്നലെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ പോയതെന്ന് അമ്മച്ചിയെ പോലെ ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടി ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്താ ചോദിച്ചില്ല? അത് ശരി, ഇപ്പൊ ഉടനായോ കുറ്റക്കാരൻ? അതെ, സാധാരണ ഭാര്യമാരെങ്ങോട്ടെങ്കിലും പോണമെങ്കിലേ ഭർത്താക്കന്മാരുടെ അനുവാദം വാങ്ങിയിട്ടാ പോകാറുള്ളത്. അതാ നാട്ടു നടപ്പ്. ഭാര്യമാരങ്ങനെ ചെയ്തില്ലെങ്കിൽ എവിടെയാ പോയതെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്കുണ്ട്. അതുവരെ നാട്ടു നടപ്പാ. എന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അമ്മച്ചി ക്ഷോഭിക്കണ്ടെന്നേ. ഞാനിവിടെ ഇല്ലാത്തതാ പലർക്കും സൗകര്യം. അത് മനസ്സിലാക്കി ഞാൻ പോയെന്ന് കൂട്ടിക്കോ. അതെന്നാടി കൊച്ചേ നീ ഒരുമാതിരി മുള്ളും മുന്നേ വെച്ച് വർത്താനം പറയുന്നേ? ദേ പെണ്ണേ, കെട്ടിയവനെ അവനവന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതേ വീട്ടിലെ പെണ്ണുങ്ങളുടെ മിടുക്ക. അതിന് പാങ്ങും ചൊണയും ഇല്ലാത്തവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ദേ, നിന്നോട് മര്യാദയ്ക്ക് ഞാൻ പറയുവാ, ഡേയ്സ് വരുന്നിടം വരെ ഈ വീട്ടിലെ ഉത്തരവാദിത്വവും കാര്യങ്ങളും എനിക്കായിരിക്കും. എന്നോട് പറയാതെ ഈ വീട്ടിന്റെ പടി നീ കിടക്കരുത്. അതൊക്കെ നമുക്ക് ആലോചിക്കാം അമ്മച്ചി. ആലോചിക്കാം അമ്മച്ചി? ആലോചിക്കാനൊന്നുമില്ല. ഇനി നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. എന്താ അമ്മച്ചി, എന്താ ഒരു ബഹളം? അല്ല ജോക്കൂട്ടാ, ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അതിനിപ്പോ അമ്മച്ചി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും തന്റേടവും എന്റെ ഭാര്യയ്ക്കുണ്ടെന്നേ. ഓ, അത് ശരി. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഞാനിപ്പൊ കൊള്ളരുതാത്തോളായി. പിന്നെ എങ്ങനെയാടാ കാര്യങ്ങളൊക്കെ നേരെയായി വരുന്നേ? അതെ, മാളു ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അമ്മച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? ഞാൻ പിന്നെ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? പട്ടും വളയം കൊടുത്ത് സ്വീകരിക്കണമായിരുന്നോ? അമ്മച്ചിയെ തൽക്കാലം ഒന്നും വേണ്ട. എന്റെ ഭാര്യയ്ക്ക് ഇത്തിരി മനസമാധാനം കൊടുക്ക. നന്നായി. അമ്മച്ചിയും മോനും കൂടെ ഇങ്ങനെ തലയെ കയറ്റി വെച്ചിട്ടാ പെണ്ണിനിങ്ങനെ കൊമ്പ് മുളയ്ക്കുന്നേ. അമ്മച്ചി പറയുന്നൊന്നും താൻ കാര്യമാക്കണ്ട കേട്ടോ. തനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ. ഒന്നിനും ഞാൻ എതിര് പറയില്ല. അതെ, ഒരു മിനിറ്റ്. ഇന്നലെ വീട്ടിൽ പോയിട്ട് അപ്പൂനെ കണ്ടായിരുന്നല്ലേ? ആ, കണ്ടിരുന്നു. എനിക്ക് തോന്നി. അല്ലാതെ അച്ഛനെയും അമ്മയും കാണാനുള്ള കൊതി കൊണ്ടല്ല പോയെന്ന് എനിക്ക് മനസ്സിലായി. അതാ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാത്തത്. നടക്കട്ടെ,
കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരിക്കൽ സംസാരിച്ചപ്പോഴെപ്പോഴോ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പു പറഞ്ഞിരുന്നു. അത് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെന്ന് ഞാൻ കരുതിയത്. തുടക്കത്തിൽ ഞാനും ഗീതയൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിയത്. ഞാൻ പറഞ്ഞില്ലേ, ഫിലിപ്പോസിന്റെ കേസിന്റെ പിന്നാലെ പോയി പുലിവാലാകണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെയാ ഇങ്ങനെ ഒരു ഐഡിയ അപ്പുവിനോട് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ പ്രശ്നം ഒതുങ്ങിയിട്ടും അപ്പു ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പു ഇങ്ങനൊരു തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ആകാൻ മാത്രം മറ്റെന്തെങ്കിലും ഇഷ്യൂസ് സാറിൻ്റെ അറിവിലുണ്ടോ? ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നന്ദനോടായതുകൊണ്ട് തുറന്നു പറയാലോ. മാളുവും ജോബിനും തമ്മിൽ ചെറിയ ചില പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ മാളു അപ്പുവിൻ്റെ അടുത്തേക്കാണ് വരാറുള്ളത്. അത് ജോബിന് അത്ര ഇഷ്ടമല്ല ഇപ്പോൾ. അതെന്താ അങ്ങനെ? അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അയാൾക്ക് അറിയാവുന്നതല്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇപ്പോൾ ജോബിൻ്റെ പ്രോബ്ലം. മാളുവിനോട് പറഞ്ഞു ജയിക്കാൻ വേണ്ടിയാവും ആ പയ്യൻ അപ്പുവിൻ്റെയും മാളുവിൻ്റെയും സൗഹൃദത്തെ മോശമായി പരാമർശിക്കുന്നത്. ആര്? ജോബിനോ? എന്താ സാറി പറയുന്നേ? ആ ചെറുപ്പക്കാരൻ അത്ര സങ്കുചിതമായി ചിന്തിക്കൂ? എനിക്ക് തോന്നില്ല. ജോബിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ നന്ദനെ പോലെ തന്നെ എനിക്കത് വിശ്വസിക്കാനായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ മാളുവിൻ്റെ മുന്നിൽ പറഞ്ഞു ജയിക്കാനാവും അയാൾ അങ്ങനെ ചെയ്തത്. ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. ഇത്രയ്ക്ക് ചീപ്പായിട്ട് സംസാരിക്കാൻ മാത്രം എന്താണ് ഡോക്ടറും മാളും തമ്മിലുള്ള പ്രോബ്ലം? അത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വല്ലതും ആണോ? അത്ര ഗൗരവമുള്ള കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തുടക്കത്തിൽ തോന്നിയിരുന്നില്ല നന്ദൻ. പക്ഷേ ഇപ്പം അതല്പം വഷളായ സിറ്റുവേഷനിലാണ്. എന്താ അത്? ഒരു ലേഡി ഡോക്ടറുമായുള്ള ജോബിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി തുടങ്ങിയ പ്രശ്നമാണ്. ജോബിനത് മനഃപൂർവ്വം മാളുവിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു എന്നതാണ് മാളുവിൻ്റെ വെർഷൻ. ഓ, ഇപ്പൊ സംഗതിയുടെ പ്ലോട്ട് ഏകദേശം മനസ്സിലായി. തൻ്റെ സൗഹൃദത്തെ ചോദ്യം ചെയ്ത് മാളുവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ജോബിന് ഇങ്ങനൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ? എന്നാലും അതല്പം കടുത്തുപോയി. യെസ്, ശരിക്കും പറഞ്ഞാൽ അത് മാളുവിനേക്കാൾ കൂടുതൽ ഹർട്ട് ചെയ്തത് അപ്പൂനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് മാറി നിൽക്കാനുള്ള അപ്പൂവിൻ്റെ തീരുമാനത്തിന് പിന്നിൽ ഈ ഇഷ്യൂ ഒരു കാരണമാണ്. തീർച്ചയായും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സാർ. മാളുവും ജോബിനും തമ്മിലുള്ള റിലേഷൻ താൻ കാരണം സ്ട്രെയിൻ ആവരുതെന്ന് അപ്പു ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിരിക്കും. എന്നെയും ഗീതയും സംബന്ധിച്ച് ഇപ്പം അപ്പൂവിനെ തനിച്ചെങ്ങോട്ടെങ്കിലും വിടാൻ പേടിയാണ് നന്ദൻ. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെതായ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് അപ്പൂവിന് വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയമാണിത്. അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പൂവിനെ തനിച്ചാക്കുന്നത് ഒട്ടും സേഫല്ല. മാത്രമല്ല, മാളും ജോബിനും തമ്മിലുള്ള ഒരു സില്ലി ഇഷ്യൂവിൻ്റെ പേരിൽ അപ്പു അങ്ങനെ സ്വയം നാട് കടത്തപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. സാറ് പറഞ്ഞത് വളരെ ശരിയാ. പരസ്പരം പറഞ്ഞു ജയിക്കാനുണ്ടാക്കിയ ഒരു അലിഗേഷൻ്റെ പേരിൽ അപ്പു അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ അപ്പുവിനെ പ്രേരിപ്പിച്ചതിൽ ഇതൊരു കാരണം മാത്രമാണെന്നാണ്. ആതിരയുടെ നഷ്ടം തീർച്ചയായും അപ്പുവിലൊരു വലിയ വാക്യൂം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ താൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു റിലേഷൻ താൻ കാരണം നശിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയും അപ്പുവിനുണ്ടായിട്ടുണ്ട്. പിന്നെ തന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ചു കാലത്തെങ്കിലും രഹസ്യമായിട്ട് വെക്കാൻ അപ്പു ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് തന്നെയാവും അപ്പു ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. കാരണങ്ങൾ എന്തൊക്കെയായാലും അപ്പുവിനെ തനിച്ചാക്കാൻ ഞാനും ഗീതയും താല്പര്യപ്പെടുന്നില്ല നന്ദൻ. പക്ഷേ ഞങ്ങൾക്ക് അപ്പുവിനോടത് പറയുന്നതിലൊരു പരിധിയുണ്ടല്ലോ. ഞങ്ങളോട് അപ്പുവിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തർക്കിക്കുകയും വാശി പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നന്ദനോട് അപ്പുവിന് അത്ര അടമൻ്റ് ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പുവിന് മനസ്സൊന്ന് മാറ്റാൻ നന്ദൻ കൂടി ഇൻവോൾവ് ആയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. സാറ് വിഷമിക്കണ്ട, ഞാൻ അപ്പുവിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. പറഞ്ഞ പോലെ അപ്പു തനിച്ചാകുന്നതിൽ എനിക്കും ആശങ്കയുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് അപ്പുവിനെ കണ്ട് സംസാരിക്കാം.
താങ്ക് യു നന്ദൻ. നന്ദൻ പറഞ്ഞ അപ്പോൾ ഇത് നിസ്സാരാക്കി കളയില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തേ മുരളിയേട്ടാ, അവളെ കൊണ്ടുവിട്ടപ്പോ ജോബിന് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാ, അയാള് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാ സ്വീകരിച്ചത്. ജോബിൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ, എന്നോടും മാളുവിനോടും വളരെ കാര്യമായിട്ടാണ് പെരുമാറിയത്. ടീച്ചർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ജോബിനോട് പേഴ്സണലി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി ചെവിവട്ടം പിടിച്ച് കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അമ്മ ഇതുവരെ വന്നില്ലേ? ഇല്ല, അമ്പലത്തിൽ പോയിട്ട് വൈദ്യശാലയിലും കൂടെ കേറിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ മാളുവും ജോബിനും തമ്മില് വഴക്കും ബഹളമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അവൾ അവിടുന്ന് പോകുന്നത്. ഏയ്, അങ്ങനെ ഒരു സൂചന ഇരുവരുടെ സംസാരത്തിൽ നിന്നുണ്ടായില്ല. എന്നാലും അവര് തമ്മി ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അശ്വതി. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ജോബിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ അങ്ങനെയൊക്കെ ഇല്ലായിരുന്നെങ്കിലും എന്തോ ഒരു കള്ളത്തരം അയാളിൽ എനിക്ക് ഫീൽ ചെയ്തു. മുൻപൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം തുറന്ന് സംസാരിക്കുമായിരുന്നു ജോബിൻ. ഇന്ന് അയാളിൽ ആകെ ഒരു കൃത്രിമത്വം പോലെ തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, തനിക്ക് ഒരു പ്രശ്നവും ഇല്ല, മാളു എന്ത് ചെയ്താലും താൻ ഹാപ്പിയാണെന്ന് ബോധപൂർവം നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. മുമ്പുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ആകെ ഒരു മാറ്റം. ഇനി നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന മട്ടില് രണ്ടുപേരും കരുതി കൂട്ടി അഭിനയിക്കുവാണോ? എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല, പ്രത്യേകിച്ച് ജോബിന്റെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് കൂടി കണ്ടപ്പോ. ഇവിടുന്ന് പോയപ്പോ മാളു അതേക്കുറിച്ചൊന്നും മുരളിയേട്ടനോട് പറഞ്ഞില്ലേ? ഇല്ലെന്നേ, അവള് അപ്പവും വീപ്പിയും ഒക്കെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഫീലിങ്സിലായിരുന്നില്ലേ. എന്തെങ്കിലും ചോദിക്കാന്ന് കരുതിയ താല്പര്യമില്ലാത്ത പോലെ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ആളോട് എന്ത് ചോദിക്കാനാ? പക്ഷെ അവിടെ ചെന്നപ്പോ ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരുന്നു മാളുവിന്റെയും പെരുമാറ്റം. എല്ലാവരുടെ അഭിനയ പ്രകടനവും കണ്ട് ആകെ വട്ടായിട്ടാ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ പോയാൽ കുഴപ്പമാവുമല്ലോ മുരളിയേട്ടാ. അതിനു മുമ്പ് ജോബിനെ പേഴ്സണലായിട്ടൊന്ന് കണ്ട് സംസാരിച്ചു നോക്കിയാലോ? അത് വേണോ? അതോ പ്രശ്നം എന്താണെന്ന് ടീച്ചർ വരുമ്പോ നേരിട്ട് സംസാരിക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ടീച്ചർ ഇന്നോ നാളെ വരുമെന്ന ജോബിൻ പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം, അതാ നല്ലത്. ടീച്ചറിനോടാകുമ്പോ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാലോ. ഞാനെന്നാ ടീച്ചറിനെ ഒന്ന് കൈയോടെ വിളിക്കട്ടെ. ഇപ്പൊ വേണ്ട അശ്വതി, അവരിപ്പോ പ്രാർത്ഥനയിലും മറ്റാണെങ്കിലോ. അത് മാത്രമല്ല, അമ്മ ഇപ്പോഴെങ്ങാനും കയറി വന്ന ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും കമന്റുകളും ഒക്കെ ആവും. അതും ശരിയാ. ചില നേരത്ത് അമ്മയുടെ സംസാരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാ. ഒരു കാര്യം ചെയ്യാം, നാളെ കഴിഞ്ഞ് അമ്മ നാലാഞ്ചിറയിലെ മധുമാമന്റെ വീട്ടിൽ പോകുന്നുണ്ട്. ആ സമയം നോക്കി നമുക്ക് ടീച്ചറിനെ ഇങ്ങോട്ട് വിളിക്കാം. എന്താ? അത് മതി, അതാ നല്ലത്. ഞാൻ ഇറങ്ങുന്നു. ഇന്നും ഡബിൾ ഡ്യൂട്ടി ഉണ്ടോ? എന്തിനാ? അതറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്യാനോ അല്ലേ? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാനില്ല. അത് പേടിച്ച് ഡോക്ടറുടെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കണമെന്നില്ല. മാളു, ഞാൻ ഇനി എത്രയൊക്കെ നിർബന്ധിച്ചാലും താക്കീത് ചെയ്താലും തനിക്ക് അപ്പുമായിട്ടുള്ള റിലേഷൻ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. റിലേഷൻ എന്നതുകൊണ്ട് എന്താണാവോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന സെൻസിലാണോ അതോ മോർ ദാൻ ദാറ്റ് എന്നുള്ള മട്ടിലാണോ? ഏത് സെൻസിലായാലും ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതെ, സത്യമാണ്. അതെന്തിനു വേണ്ടി ഉപേക്ഷിക്കണം? ഞാനും അപ്പവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മറ്റാരെക്കാൾ നന്നായി ഡോക്ടർക്കറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്രമേൽ ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ടെന്ന് താനങ്ങനെ ക്ലൈം ചെയ്ത് സമർത്ഥിക്കാൻ നോക്കണ്ട. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പു ഇവിടെ വരുന്നതും എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ നോക്കുന്നതും തനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു. അന്ന് അപ്പുവിനെ ഒഴിവാക്കാനും അകറ്റി നിർത്താനും തനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് എന്തുകൊണ്ട് തനിക്കതിന് സാധിക്കുന്നില്ല? ശരിയാണ്, ആ സമയത്ത് ഞാനതിന് ശ്രമിച്ചു എന്നുള്ള സത്യം. പക്ഷേ അത് ഡോക്ടർ കരുതും പോലെ
അപ്പോ ബയോളജിക്കലി ഒരു പെണ്ണാണെന്ന തിരിച്ചറിവിൽ ഡോക്ടറിനെ അപ്പുവിനെ സംശയിച്ചിട്ടല്ല. അപ്പുവിനെ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് അറിയണമെന്നില്ല. ഇന്ന് തനിക്ക് അപ്പുവിനെ ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാ എന്റെ ചോദ്യം. സോറി, അപ്പുവിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഇപ്പൊ എന്റെ ലൈഫിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാനുമായുള്ള റിലേഷനെക്കാളും താൻ വാല്യൂ ചെയ്യുന്നത് ആ ബന്ധത്തെയാണ്. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ഒന്ന് ഭാര്യ ഭർത്തൃബന്ധം, മറ്റൊന്ന് സൗഹൃദമാ. എങ്കിൽ അതേ ന്യായീകരണം ഞാനും അലീനയും തമ്മിലുള്ള ബന്ധത്തിനും ബാധകമാണല്ലോ അല്ലേ? അതെന്താ താൻ ചിരിച്ചു കളഞ്ഞത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. ഡോക്ടർ സ്വന്തമായിട്ടാ ഇപ്പൊ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. എന്നെ ഉത്തരം മുട്ടിക്കാനുള്ള ഈ ചോദ്യത്തിലേക്ക് എത്ര സമർത്ഥമായിട്ടാ നിങ്ങൾ ഡ്രൈവ് ചെയ്തതെന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. ജനിച്ച ദിവസം മുതൽ ഒരുമിച്ചുള്ള 2 വ്യക്തികളുടെ ആത്മബന്ധത്തെയും ഇന്നലെ മാത്രം കണ്ട് പരിചയിച്ച ഒരു പെണ്ണിന്റെ സൗഹൃദത്തെയും ഒരു തുലാസിൽ തൂക്കി അളക്കാനുള്ള ഡോക്ടറുടെ ബുദ്ധിയും ചങ്കൂറ്റം അപാരം തന്നെ. എത്ര അഭിനന്ദിച്ചാലും അത് മതിയാവില്ല. മതി, നിർത്ത്. ഇനി ഇക്കാര്യം ഇങ്ങനെ ചർച്ച ചെയ്ത് വഷളാക്കാൻ തീരെ താല്പര്യമില്ല എനിക്ക്. താല്പര്യം എനിക്കുമില്ല. ഡോക്ടർ അപ്പുവിനെയും അലീനയും ഒരേ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നോണ്ട് പറഞ്ഞേ ഉള്ളൂ. തനിക്ക് തന്റെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാൻ പറ്റില്ല, എന്നാൽ എന്റെ സൗഹൃദം അംഗീകരിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല മാളു. ഡോക്ടറുടെ സൗഹൃദം ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ രണ്ടും ഒരുപോലെയാണെന്നും ഒന്നാണെന്നും വെറുതെ സമർത്ഥിക്കാൻ ശ്രമിക്കണ്ട. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. പക്ഷേ അതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത്. സോറി, മനസ്സിലായില്ല. നമ്മൾ നമ്മുടെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ പേരിൽ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന്. എന്ന് വെച്ചാ ഡെയ്സി ആന്റിക്കും അമ്മച്ചിക്കും പിന്നെ എന്റെ വീട്ടുകാർക്കും സംശയമൊന്നും തോന്നരുതെന്ന്. അതാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? യെസ്, അത് തന്നെ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാം. അതോടൊപ്പം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാം. എന്ന് വെച്ചാ ഒരു തരം കണ്ണിൽ പൊടിയുടെ അല്ലേ ഡോക്ടർ? തനിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അഭിനയിച്ച് വലിയ വശമില്ല, എങ്കിലും ശ്രമിക്കാം. അപ്പുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ആ കുട്ടി ഇങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കേട്ടിട്ട് അല്പം കടന്നുപോയെന്ന് എനിക്ക് തോന്നി. മാളുവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തന്നെയാ ചേച്ചി ഞാൻ ചെയ്യുന്നത്. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ എന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇല്ലെങ്കിൽ അവളുടെ ഫാമിലി ലൈഫിനെ അത് വല്ലാതെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നി. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മാളുവിന്റെ ജീവിതം സ്പോയിലായ അവളോട് മാത്രമല്ല, അവളുടെ വീട്ടുകാരോടും ഡെയ്സി ആന്റിയോടും, എന്തിന് എൻ്റെ അച്ഛനമ്മമാരോട് പോലും എനിക്ക് ആൻസറബിൾ ആവേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് തന്നെയാ ഞാൻ അവളോട് ഇത്ര റഫായി പെരുമാറിയത്. ഓക്കെ, അപ്പുവിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് അപ്പു. നീ മാളുവിനെ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം മാളുവും ആ കുട്ടിയുടെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം പാച്ചപ്പ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ സൈഡ് സേഫ് ആക്കാമെന്നല്ലാതെ തന്റെ ഈ പിന്മാറ്റം കൊണ്ട് അവരുടെ റിലേഷൻ ഒരു കംഫർട്ട് സോൺ ആകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതെന്താ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു കെട്ടിച്ചമച്ച ആരോപണം മാത്രമാണ്. ഒരു യഥാർത്ഥ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി മൂലം ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ. അത് ശരിയാ. ഇവിടുത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തന്റെ തെറ്റ് അല്ലെങ്കിൽ അയാൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ തന്റെ ഭാര്യയ്ക്ക് ഒരു അൺഹെൽത്തി ആൺ സൗഹൃദമുണ്ടെന്ന് അയാൾ ആരോപിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ സ്ട്രെങ്തും സോളും അറിഞ്ഞുകൊണ്ട് തന്നെ. അത് അമലേച്ചി എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത. ഡോക്ടറുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനൊരു കാര്യം ആരോപിച്ചാൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. അതും മാളുവിനെ സ്നേഹിച്ച് സ്വന്താക്കിയ ഒരാളിൽ നിന്നും. എനിക്ക് ഉറപ്പുണ്ട് ഇതൊരിക്കലും ഡോക്ടറുടെ അഭിപ്രായമല്ല. അയാളെ കൊണ്ട് ആ സ്ത്രീ ഫോഴ്സ്ഫുള്ളി ഇങ്ങനൊരു ഉപാധി വയ്പ്പിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇഷ്യൂവിന് നിന്റെ ഈ തീരുമാനം കൊണ്ട് മാത്രം ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്.